Hi friends, Malayalees Kitchen like എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മിക്സഡ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ജ്യൂസ് ആണ് തയ്യാറാക്കുന്നത്. മിക്സഡ് ഫ്രൂട്ട്സ് നമുക്ക് വീട്ടിലുള്ള ഏതൊരു ഫ്രൂട്ട്സും നമുക്ക് എടുത്ത് ജ്യൂസ് ചെയ്യാം. അതിന് ഞാൻ ഇവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നീട് ആപ്പിൾ, ഒരു ഓറഞ്ച്, പിന്നെ മാതളം, മുന്തിരി ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ്. ഇത് ഞാൻ സീഡ്ലെസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഇത്രയും കൂടി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആക്കാം. വേറെ പഞ്ചസാര കൂടി ആഡ് ചെയ്യണം. നമുക്കിത് ഒന്ന് ജാറിലോട്ട് ജ്യൂസ് ബോട്ടിൽ. അപ്പോൾ ഞാൻ ജ്യൂസർ മിക്സിയുടെ തന്നെ ജ്യൂസറിൻ്റെ ജാറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ഇതിൽ ഓരോ ഫ്രൂട്ട്സും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം. അതല്ല ഒരുമിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പം ഞാനിപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാനായിട്ട് മിക്സഡ് ആയിട്ട് തന്നെ ഇപ്പം കുറച്ച് പൈനാപ്പിൾ ഇട്ടു, പിന്നീട് ആപ്പിള്, മാതളം, ഗ്രേപ്സ് ഇത്രയും കൂടി ഇടാം. എന്നിട്ട് നിങ്ങൾ ഓറഞ്ച് എടുക്കുമ്പോൾ ഓറഞ്ചിൻ്റെ അതിൻ്റെ സീഡ്സ് മാറ്റിയതിന് ശേഷം എടുക്കുക, അല്ലെങ്കിൽ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഫ്രൂട്ട്സിൻ്റെ മധുരം അനുസരിച്ച് ഷുഗർ ചേർക്കുക. അപ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. തണുത്ത വെള്ളം യൂസ് ചെയ്യുക. ഇതിനകത്ത് ഒഴിക്കേണ്ട വെള്ളത്തിന് നമുക്ക് തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 4 ഐസ് ക്യൂബ് കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. കൂടാതെ നമുക്ക് തണുത്ത വെള്ളവും കൂടി, ഇത് അരയാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അരയുന്നുണ്ട്, നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അരച്ചെടുക്കാം. ഞാനിപ്പം ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പം ജ്യൂസറിലാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അരിച്ചതിലേക്ക് ഒഴിക്കാം. അപ്പം മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ നമുക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനകത്ത് മാതള നാരങ്ങയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതും ആഡ് ചെയ്യാം. മാമ്പഴം ഉണ്ടെങ്കിൽ മാമ്പഴം, അങ്ങനെ ഏതൊരു ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഞാൻ പൈനാപ്പിളും ഓറഞ്ചും മുന്തിരിങ്ങ ഞാൻ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പർപ്പിൾ ആ ഒരു കളറുള്ള കറുത്ത മുന്തിരിങ്ങയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആയേനെ. ഇതിപ്പോൾ ഞാൻ ആപ്പിളും മാതള നാരങ്ങയും വെളുത്ത മുന്തിരിയും പൈനാപ്പിളും ഓറഞ്ചും കൂടി ചേർത്തിട്ടാണ്. ഓറഞ്ച് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ സീഡ്സ്, അതിൻ്റെ അരി കളഞ്ഞതിന് ശേഷം നിങ്ങൾ ജ്യൂസ് അടിക്കാവൂ. വേറൊന്നുമല്ല, അതല്ലെങ്കിൽ കയ്പ്പ്, നമ്മളെ ജ്യൂസിന് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏതൊരു സമയത്തും കുട്ടികൾക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒരു ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കഴിക്കും, അവർക്കും ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഞങ്ങൾക്കുള്ള മറ്റ് ചാനലായ ഉമ ബ്യൂട്ടി ടിപ്സും അതുപോലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലെ വീഡിയോസ് കാണുക. ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.